നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. കൂട്ടുകാരെ, ഡിപ്രഷൻ, രാവിലെ എണീക്കാൻ വയ്യ, ടെൻഷൻ. എന്താണ് ടെൻഷൻ അറിയില്ല. രാവിലെ എണീക്കുമ്പോൾ കട്ടിൽ നിന്ന് എണീക്കാൻ തോന്നുന്നില്ല. ഭയങ്കര പ്രശ്നം. ഈ ഡിപ്രഷൻ പ്രശ്നം ഉള്ളവരാണെങ്കിൽ അവന് പ്രാരാബ്ദമില്ല, കടമില്ല, മാരേജില്ല, ഒന്നുമില്ല. പക്ഷേ അവന് ഡിപ്രഷൻ. അവൻ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ പോകണം, അതിനും വയ്യ. അപ്പോൾ ഈ ഡിപ്രഷൻ എന്നുള്ള സംഭവം നമുക്ക് ടെൻഷൻ അതാണ് ഇത് വളർന്ന് ഡിപ്രഷനായിട്ട് വരുന്നത്. അപ്പോൾ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോ ഈ ഡിപ്രഷനെ പറ്റി ചെയ്യുന്നവരുണ്ട് ശരിക്കും. പക്ഷേ ഈ ഡിപ്രഷൻ എന്താണ്? നമുക്ക് രാവിലെ എണീക്കുമ്പം ഒട്ടും വയ്യ. ഈ ഡിപ്രഷൻ അനുഭവിക്കുന്നവർ അവർക്ക് കിടക്കാൻ സ്ഥലമുണ്ട്, 3 നേരം അല്ലെങ്കിൽ 4 നേരം ഭക്ഷണം കഴിക്കാനുള്ളവരാണ് കൂടുതൽ ഡിപ്രഷനിലോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഡിപ്രഷൻ മാറാൻ നമ്മളിപ്പോൾ മെഡിസിൻ കഴിക്കണമെന്നൊന്നുമില്ല. ഞാൻ പറയുമ്പോഴൊന്ന് ചെയ്താൽ മതി. രാവിലെ ഒരു 5-6 മണിയാകുമ്പോൾ എണീച്ചിട്ട് നേരെ പുറത്തോട്ട് പോയി ഇരിക്കുക. ആദ്യം പക്ഷികൾ, കാക്കകൾ, ഉപ്പൻ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പക്ഷികൾ ഇങ്ങനെ പറക്കുന്നതായിട്ട് കാണാം. എന്തുകൊണ്ട് ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഡിപ്രഷൻ ഇല്ല? അവർക്ക് പ്രാരാബ്ദമില്ല, കടമില്ല, ഒന്നുമില്ല. ഇവരൊന്നും അസുഖങ്ങൾ വന്നിട്ട് ഹോസ്പിറ്റലും പോകാറില്ല. ഈ പക്ഷികൾ രാവിലെ എന്തുകൊണ്ട് കൂട് വിട്ട് ഇറങ്ങി ആഹാരം തേടി പോകുന്നു? വേറെ ആർക്കും അവർക്ക് ആഹാരം കൊടുക്കാൻ ഇല്ല. ഈ കാക്കയുടെ കൂട്ടിൽ കാക്ക കുഞ്ഞുങ്ങളുണ്ടാവും, ചിലപ്പോൾ കുയിലിൻ്റെ കുട്ടികളുണ്ടാവും. ഇവർക്കൊക്കെ ആഹാരം കൊടുക്കണ്ടേ? അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ ഭൂമിയിലോട്ട് നോക്കുക, എത്രയേറെ ഉറുമ്പുകളാണ് രാപ്പകൽ ഇവർ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കും ഡിപ്രഷൻ ഇല്ല. മൃഗങ്ങൾ, ഈ തെരുവ് നായ്ക്കൾ. പക്ഷെ മനുഷ്യൻ്റെ മെമ്മറി എന്ന് വെച്ചാൽ വേറൊരു തരമാണ്. ഡിപ്രഷൻ വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വയ്യായ്മ വന്നു, ജസ്റ്റ് നമുക്ക് 2 കാലും 2 കൈ 2 കണ്ണും എല്ലാം തന്നിട്ടുണ്ട്. ഈ RCC മെഡിക്കൽ കോളേജിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവർ എന്തുമാത്രം ടെൻഷനും വേദനയും സഹിക്കുന്നുണ്ട്. അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറലോകം കണ്ടാൽ മതി. പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല. എന്നുവെച്ചാൽ അസുഖം കൊണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അതാണ് ഡിപ്രഷൻ സ്റ്റേജ്. ഇപ്പം നമുക്ക് ദൈവം ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുമെങ്കിൽ മാക്സിമം പുറത്തിറങ്ങി ജീവിക്കുക. അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ അകത്ത് പെടുന്നതോ അസുഖങ്ങൾ വരുന്നതൊന്നും ആർക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ടെൻഷനാണ്. ഇത്ര ലക്ഷം രൂപ ബാധ്യത, ഭാര്യ പോയി, മക്കൾ പോയി, കടക്കാരന്മാർ വന്ന് എന്ത് ചെയ്യും? അങ്ങനത്തെ ചിന്തകൾ നമ്മളെ മനസ്സിൽ വാരി ഇടും. പണമുള്ളപ്പോൾ നമ്മളെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളെ അടുത്ത് ആരുമില്ല, നമ്മൾ ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. നമുക്ക് ദൈവം എന്നൊരു ശക്തി, ആരോഗ്യവും മനസ്സും എല്ലാ സൗഭാഗ്യങ്ങളും തന്നിട്ടുണ്ട്. അത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുക. നമ്മളെ റൂം വിട്ട് പുറത്തിറങ്ങി കുറേ പബ്ലിക്കായിട്ട് സംസാരിച്ച് അങ്ങനത്തെ ലെവലിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഒരു ടെൻഷനാണ് ഡിപ്രഷനായിട്ട് അത് വളരുന്നത്. അല്ലാതെ മെഡിസിൻ കഴിച്ചിട്ടോ അങ്ങനത്തെ ലെവലിൽ അത് മാറാൻ സാധിക്കില്ല. ഇപ്പം ഞാൻ ഉൾപ്പെടെ ഉള്ള വ്യക്തി പല ടെൻഷനിലും ഡിപ്രഷനിലൂടെ പോകുന്നത്. എന്തായാലും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. ശരി, നമ്മളെ കഴിവും കാര്യങ്ങളും മാക്സിമം ഈ ഭൂമിയിൽ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. ഒരു ജമ്പേ ഉള്ളൂ. ഇപ്പം നമുക്ക് പല വ്യക്തികൾക്കും പല കഴിവുകളാണ്. ആ കഴിവിനെ നമ്മൾ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി ഉയർത്തി പോസിറ്റീവായിട്ട് ചിന്തിച്ച് അങ്ങ് പോവുക. ടെൻഷൻ വരും, ഡിപ്രഷൻ വരും. മനുഷ്യനാണെങ്കിൽ 100% ഈ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ ഉള്ളൂ. ബിസിനസ് പരമായിട്ടായാലും ഫാമിലി പരമായിട്ടായാലും ക്യാഷ് പരമായിട്ടായാലും. അപ്പോൾ അത് നോക്കുക. പക്ഷേ ഇങ്ങനെ പലരും ഈ
അഡിക്ഷനിലോട്ട് പോകും. ഈ ഡിപ്രഷൻ മാറാൻ വേണ്ടി മദ്യപാനം കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവർക്ക് ഫുൾ ടൈം കിടന്ന് ഉറങ്ങണം, ഇതിന് പിന്നെ ഉറക്കമണിക്കുമ്പോൾ വീണ്ടും ടെൻഷൻ. അങ്ങനെ അടിമകളാവുന്ന കുറേ വ്യക്തികളുണ്ട്. അവർ തന്നെയാണ് അവരെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കരുത്. എല്ലാ ഭൂമിയിൽ കൂടെ വരത്തുള്ളൂ. ആരും പിടിച്ച് കൊല്ലാനൊന്നും പോകുന്നില്ല. ഇങ്ങനെ ഈ മദ്യപാനത്തിന് അടിമയായി കഴിഞ്ഞാൽ ഈ ആത്മഹത്യയുടെ ടെൻഡൻസി കൂടുതലാണ്, ഈ ഒറ്റപ്പെടുമ്പോൾ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ കഴിയുന്നതും കുറേ പേരുടെ സംസാരിക്കുക, ഫോണിൽ സംസാരിക്കുക, അങ്ങനത്തെ ലെവൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരുമിച്ചെല്ലാം കൂടെ വരും. അത് നമ്മൾ ശക്തിയോടെ നേരിടുക. കഴിയുന്നതും ഒറ്റയ്ക്കിരിക്കാൻ ശ്രമിക്കരുത്. പുറത്തോട്ടിറങ്ങി അല്ലെങ്കിൽ പ്രകൃതിയോ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള അമ്പലങ്ങളിലോ പള്ളികളിലോ പോയി അങ്ങ് മനസ്സാണ് നമ്മളെ എല്ലാം. ഇപ്പം നമ്മുടെ ശരീരം ഉണ്ടാകേണ്ട കാര്യമില്ല, നമ്മളെ മനസ്സ് കറക്റ്റ് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പേടി. അത് ധൈര്യത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഇനിയിപ്പം ഇത് വീഡിയോ ലോങ്ങായി പോകുന്നു. ഞാൻ വേറെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.